മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച നിയമസഭാ കക്ഷി നേതാവ് യുംനാം ഖേംചന്ദ് സിംഗ് ഗവർണറെ കണ്ടു. ബിജെപി ദേശീയ നേതാക്കൾക്കൊപ്പമാണ് അദ്ദേഹം ലോക് ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിനീത വിജി തന്നെ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, സർക്കാർ രൂപീകരണ നീക്കവുമായി ബിജെപി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണല്ലേ മണിപ്പൂരിൽ? തീർച്ചയായും നിലവിൽ രാഷ്ട്രപതി ഭരണമാണ് മണിപ്പൂരിൽ തുടരുന്നത്. അത് ഈ മാസം 13-ന് ആ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനിടയിലാണ് സർക്കാർ രൂപീകരണത്തിനുള്ള ഒരു നിർണായകമായിട്ടുള്ള നീക്കം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന നേതാക്കളുടെ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവ് യുംനാം ഖേംചന്ദിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനായി അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. നേരത്തെ സ്പീക്കറായും മന്ത്രിയുമായും ഒക്കെ തന്നെ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മണിപ്പൂർ സർക്കാർ രൂപീകരിക്കുമ്പോൾ യുംനാം ഖേംചന്ദ് മണിപ്പൂരിലെ അടുത്ത മുഖ്യമന്ത്രിയാകും. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി പദം കുക്കി വിഭാഗത്തിനാണ് നൽകിയിരിക്കുന്നത്. ഈ കാങ്പോപ്പി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള BJP MLA ആയ നെംച കിബ്ജൻ ആണ് ഉപമുഖ്യമന്ത്രിയാവുക. ഇപ്പോൾ ഗവർണറെ കണ്ട് ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള നീക്കങ്ങൾ നടത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് അടക്കം ഒരു നീക്കമുണ്ടാകും. നേതാക്കൾ അത്തരത്തിലേക്കുള്ള ചില സൂചനകളാണ് ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് നിർണായകമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച നടന്നത്. ഡൽഹിയിലെത്തിയ നേതാക്കൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരിച്ച മണിപ്പൂരിലെ ഇംഫാലിലേക്ക് എത്തുകയും പിന്നാലെ ഈ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.